ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാദമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ISROയെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ISRO എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ഏത്? ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണെന്ത്? ISRO. സ്പേസ് ഏജൻസി ഓഫ് ഇന്ത്യ, ആൻസർ ISRO. സ്പേസ് ഏജൻസി ഓഫ് ഇന്ത്യ, ആൻസർ ISRO. അതുപോലെ ISRO നിലവിൽ വന്ന വർഷം എന്നാണ്? ISRO എന്ന് നിലവിൽ വന്നു? 1969 ഓഗസ്റ്റ് 15. ISRO വാസ് ഫോംഡ് ഓൺ 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നു. ISROയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ISRO, ആൻസർ അന്തരീക്ഷ ഭവൻ, ബംഗളൂരു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ISRO രൂപീകൃതമായ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ISRO. ISRO രൂപീകൃതമായ സമയത്തുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയുന്നത് ISROയുടെ ചെയർമാൻമാരെ കുറിച്ചാണ്. ISROയുടെ ആദ്യകാല ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായി. വിക്രം സാരാഭായി വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO. ISROയുടെ ആദ്യകാല ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായി ആയിരുന്നു. അതുപോലെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വിക്രം സാരാഭായിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വിക്രം സാരാഭായിയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്, ആൻസർ വിക്രം സാരാഭായി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ISROയുടെ ചെയർമാനായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചതാരാണ്? പ്രൊഫസർ സതീഷ് ധവാനാണ്. ആരാണ്? പ്രൊഫസർ സതീഷ് ധവാനാണ്. പ്രൊഫസർ സതീഷ് ധവാൻ വാസ് ദ ലോങ്സ്റ്റ് സെർവിംഗ് ചെയർമാൻ ഓഫ് ISRO. ISROയുടെ ചെയർമാനായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചതാരാണ്? പ്രൊഫസർ സതീഷ് ധവാനാണ്. ISROയുടെ ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളി ആരായിരുന്നു? MGK മേനോൻ. MGK മേനോൻ വാസ് ദ ഫസ്റ്റ് മലയാളി ചെയർമാൻ ഓഫ് ISRO. ISROയുടെ ചെയർമാനായിരുന്ന ആദ്യത്തെ മലയാളി, ആൻസർ MGK മേനോൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? G. മാധവൻ നായരായിരുന്നു. G. മാധവൻ നായർ was the chairman of ISRO during the period of launching ചന്ദ്രയാൻ ഫസ്റ്റ്. ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? G. മാധവൻ നായരായിരുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? K. Shivan. K. Shivan was the chairman of ISRO during the period of launching Chandrayaan second. Chandrayaan second വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? K. Shivan ആയിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ചന്ദ്രയാൻ തേർഡ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? S. സോമനാഥ്. ആരാണ്? S. സോമനാഥ്. S. Somanath was the chairman of ISRO during the period of launching Chandrayaan 3rd. During the period of launching Chandrayaan 3rd. S. Somanath മലയാളിയാണ്. അദ്ദേഹം മലയാളിയാണ്. അപ്പോൾ ISRO ഇപ്പോഴത്തെ ചെയർമാനും ആര് തന്നെയാണ്? S. Somanath. പ്രസന്റ് ചെയർമാൻ ഓഫ് ISRO, ആൻസർ S. Somanath. നമ്മൾ ISROയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവും. അതുകൊണ്ട് ദീപം ലോ അക്കാഡമിയിലുള്ള LLB എൻട്രൻസ് സ്റ്റുഡൻസിന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അവർ പറയുന്നതുകൊണ്ട് തൽക്കാലം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മറ്റ് ഫ്രണ്ട്സിനും ഇത് കേട്ട് പഠിക്കാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നദീജലം പോലെയാണ് കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കാണ് കേട്ടോ.
നമ്മളെപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായി ശ്രമിക്കുക. ജീവിതം മുന്നോട്ടുള്ളതാണ്, പിന്നോട്ടുള്ളതല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പിന്നിട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പിന്നിട്ട സമയം ഇതൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും യാതൊരു ഫലവുമില്ല കേട്ടോ. നമ്മുടെ ഇന്നൊക്കെ ജീവിതം മുന്നോട്ട് പോകാനുള്ളതാണ്. ഏത് പ്രതിസന്ധിയിലും നമ്മൾ എന്ത് ചെയ്യുക, ഏത് പ്രതിസന്ധിയിലും നമ്മൾ മുന്നോട്ട് നീങ്ങുക കേട്ടോ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. മനക്കരുത്ത്, മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും വലുത്. നമ്മളിൽ പലർക്കും ഇല്ലാത്ത ഒന്നാണ് മനസ്സിൻ്റെ കരുത്ത് അല്ലെങ്കിൽ മനഃശക്തി കേട്ടോ. മനക്കരുത്ത്, നമുക്ക് നല്ല മനഃശക്തി ഉണ്ടെങ്കിൽ, മനസ്സിന് നല്ല കരുത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ജീവിതത്തിൽ പെട്ടെന്നൊന്നും നമ്മൾ തറവറ്റുകയില്ല, അല്ലെങ്കിൽ പതറിപ്പോവുകയില്ല കേട്ടോ. നമുക്ക് എപ്പോഴും നല്ല മനഃശക്തി ഉള്ളവരാണ്. ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം, കരുത്താർജിക്കണം കേട്ടോ. നല്ല ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വളർത്തിയെടുക്കുക. നല്ല ചിന്താഗതികൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിന് നല്ല കരുത്ത് നൽകുന്നു എന്നാണ് കേട്ടോ. നല്ല ചിന്താഗതികൾ, ഒരു നല്ല ശുഭപ്രതീക്ഷകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വെച്ച് പുലർത്തുക. ശുഭപ്രതീക്ഷകൾ, നമ്മുടെ ജീവിതത്തിലെ നിരാശകളെയൊക്കെ നമ്മളങ്ങ് മറന്നേക്കുക. നിരാശകൾക്കൊന്നും യാതൊരു സ്ഥാനവും ജീവിതത്തിലില്ല, മറന്നേക്കുക അതൊക്കെ. അത് നമ്മുടെ മനസ്സിൽ നല്ല ശുഭപ്രതീക്ഷകൾ വെച്ച് പുലർത്തുക. സധൈര്യം മുന്നോട്ട് നീങ്ങുക കേട്ടോ. വീണ്ടും നിങ്ങളെ ഉറപ്പെടുത്തുകയാണ്, നമ്മുടെ എപ്പോഴും നന്മയുടെയും സത്യത്തിൻ്റെയും വഴികൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. സത്യത്തെ അങ്ങനെയുള്ള ഞാൻ നിങ്ങൾ പറയുകയാണ്, സത്യത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. സത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രവൃത്തികൾ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. അതുപോലെ നല്ല ആഗ്രഹങ്ങൾ, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു, നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക. ന്യായമായ നല്ല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നല്ല ആഗ്രഹങ്ങളാണ്, ന്യായമുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സത്യപ്രപഞ്ചം ഈ ആഗ്രഹങ്ങളൊക്കെ നടത്തിത്തരുമെന്നാണ്. എത്ര വലിയ ആഗ്രഹങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുണ്ട്, നന്മയുള്ള ആഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ ന്യായമുള്ള ആഗ്രഹങ്ങളാണ് എങ്കിൽ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ആ വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ആഗ്രഹം സാധ്യമാവും കേട്ടോ. ഞാൻ അങ്ങോട്ടും പറയും. അതുകൊണ്ട് ഒരുപാട് പറയാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പ്രയാസമായിട്ട് വരും. തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക.